ഇതെന്താ ഇതിൻ്റെ സ്റ്റോറിക്ക് എന്താ പ്രശ്നം പറ്റുള്ളൂ. മനസ്സിലായ? ഇവന്മാർ ഈ വീട്ടിന്റെ മുറ്റത്തൊന്നും നിന്നിട്ട് ഇവന്മാർ നമ്മൾ ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിന്റെ മുറ്റത്തൊന്നും നിന്നിട്ട് ഇവന്മാർ അമ്മാതിരി പിറപ്പാണ് ഇവന്മാർ അവിടെ പോയിട്ട് പറഞ്ഞ. ഈ അൻഷിഫ് എന്ന് പറയണോണ്ടല്ല, അവനെ ഞാൻ അന്നേ നോക്കിയിട്ട് ഇവ എന്നെ കുറെ ചീത്ത വിളിച്ച മറ്റേ PSD ഗ്യാങ് എന്ന് പറഞ്ഞ മറ്റേ അപരാധിച്ച ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഒരു ആവേശം വേണ്ട ബ്രോ, നമ്മൾ ഈ സീന് വിട്ടതാ വെറുതെ എടുപ്പിക്കല്ലേ. എന്താ വെറുതെ എടുപ്പിക്കില്ല? എന്താ ഒരു ഭീഷണിയുടെ സ്വരം വെറുതെ അപരാധിച്ച ഗ്യാങ് ആ ലൈവിൽ വന്നിരുന്ന ഈ അലവരാതി എന്നെ കുറിച്ച് അത്ര ഇത് പറഞ്ഞു. എന്നെ കുറിച്ച് മാത്രമല്ല എവിടെ ഏതെങ്കിലും പരിപാടിക്ക് MRZ തൊപ്പി നായിന്റെ മക്കളെ കൈ കിട്ടും. അന്ന് മലപ്പുറം എന്താ നീ മലപ്പുറമായിട്ട് ഒരു ബന്ധമല്ല, ഒരു ബന്ധമല്ല നായ. നീ മലപ്പുറമായിട്ട് എന്ത് ബന്ധം? നമ്മൾ മലപ്പുറത്ത് കഴിഞ്ഞാഴ്ച വന്നുള്ള ഇനാഗ്രേഷന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ നമ്മളിപ്പോ പറഞ്ഞ സ്ഥലം മലപ്പുറമാണ്. മനസ്സിലായ? അവിടെ വന്നിട്ട് എന്താ ഏറ്റവും കൂടുതൽ സ്നേഹം കാര്യങ്ങൾ നമുക്ക് കിട്ടണത്? ഇവനെ ചാറ്റ് ഇവനെ വിളിച്ചാലാ എവിടെ? ഇവനെയും വിളിക്കാൻ പറ്റൂല. ഇതെന്താ ആരെയും ഇപ്പൊ വിളിക്കാൻ പറ്റാത്ത? ഫോൺ നമ്പർ ഇല്ല. എന്റെ ഫോൺ നമ്പർ ഇല്ലല്ലോ. ഫോളോ ചെയ്താ കോൾ ചെയ്തു കിട്ടോ? വന്നിട്ടില്ല. കൺഫോളോ ഇല്ല, വന്നിട്ടില്ല. എന്താ വിളിക്കാൻ പറ്റുമോ? ഇവനെ വിളിക്കാൻ പറ്റുമോ? ആ കൊളാബ് ദാണ്ട നമ്പർ കിടപ്പുണ്ട്. ഇവനെ വിളിക്കണോ വേണ്ടേ? പറ. ഇവ ഒരു ഭീഷണിയുടെ സ്വരത്തിലല്ലേ കാര്യം പറ്റുന്നത്? ആവേശം വേണ്ട ബ്രോ. നമ്മൾ ഈ സീൻ വിട്ടതാ വെറുതെ. ഇവ എവിടെ ഈ സീൻ വിട്ടത്? നമ്മളാ ഇത് വിട്ടത്. ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട, ഇത് മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ് ഇനി ഇവന്മാരെ കുറിച്ച് ഒന്നും വേണ്ട, ഇത് ഇനി ലൈവിൽ സംസാരിക്കലെന്ന് പറഞ്ഞിട്ടാണ് ഇത് വിട്ടത്. മനസ്സിലായ? അല്ലാതെ എന്ത് വിട്ടത്? ഇവ എവിടെ ഈ സീൻ വിട്ടത്? വെറുതെ എടുപ്പിക്കല്ലേ എന്നാ? എടുപ്പിക്കാം. കൊളാബ് ഒരു നമ്പർ കിടപ്പുണ്ട് 984722. പറ പെട്ടെന്ന് പറ. വിളിക്കണോ വേണ്ടേ? പെട്ടെന്ന് പറ. എന്താ എസ് എടുക്കട്ടെ. 9847 ഇവ ആരിവ? 98472213 98472213 ഓക്കെ. ഇവ ഈ സീന് പണ്ടേ വിട്ടതല്ലേ? ഹലോ അൻഷിഫ, എന്റെ പേര് റാംബോ എന്നാണ്. റാംബോ അറിയാമോ? അല്ല, നീ എന്തോ ഇൻസ്റ്റയിൽ എന്തോ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു. ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. നീ എവിടെ ഈ സീൻ വിട്ടത്? നീയല്ലേ ഈ സീൻ തുടങ്ങിയത്? നീ എവിടെ പിന്നെ ഈ സീൻ പണ്ടേ വിട്ടത്? നമ്മളെ കൊണ്ട് തുടങ്ങിപ്പിക്കല്ലേ? അതിനൊരു എന്താ ഒരു ഭീഷണിയുടെ ഇത്? എന്താ കാര്യം? എന്താ? അല്ല നീ വലിയ ഇതിന്റെ സ്റ്റോറിയൊക്കെ ഇട്ടേക്കണല്ലോ. ഈ സീന് നീ എവിടെ ഈ സീൻ വിട്ടത്? പറയടാ. ലൈവിലാ. എന്തേ? അല്ല, നീ കുറെ കാര്യങ്ങൾ കുറെ കുളച്ചല്ലോ. നിന്റെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. ഈ MRZ തൊപ്പി നായിന്റെ മക്കളെ മലപ്പുറത്ത് കിട്ടുമെന്ന് ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. എന്തർത്ഥത്തിലാ നീ ആ കമന്റ് ഇട്ട? നീ ഇനി ഇട്ടോ? നിന്റെ വായിലൊരു കുത്ത് ഇനി നീ ഇട്ട. മനസ്സിലായ? പച്ചയ്ക്ക് തന്നെ പബ്ലിക്കായിട്ട് എന്താ നിന്റെ അടുത്ത് പറയണ? മൈരാന്ന് നീ നിന്റെ ഉപ്പയെ വിളിച്ചോ? ചിലപ്പോ നിന്റെ ഉപ്പ വിളിയേക്കോ, ഒരിക്കലും ഞാൻ വിളിയേക്കൂല. മനസ്സിലായ? നിന്റെ തന്തയെ നീ വിളി. മൈരാന്ന് നീ നിന്റെ തന്തയെ വിളി. നീ ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി? ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. നിന്റെ അടുത്ത് മര്യാദയ്ക്ക് കാര്യം ചോദിച്ചപ്പോൾ ആരാ ചീത്ത വിളിച്ചത്? നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ. നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ. അൻഷിഫ് മൂഞ്ചിക്കലെ. നിനക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്? മഞ്ഞ സർട്ടിഫിക്കറ്റാ. മഞ്ഞ സർട്ടിഫിക്കറ്റ് എവിടെന്നാ വാങ്ങിച്ച? മഞ്ഞ സർട്ടിഫിക്കറ്റ് നിന്റെ ഉണ്ടോന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് പേടിച്ച് അട്ടത്തേറി ഇരിക്കുമെന്ന് നീ വിചാരിച്ചാടാ നായിന്റെ മോനെ? നീ വിചാരിച്ചാടാ നായിന്റെ മോനെ? നിനക്ക് മഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ച് അങ്ങ് മറ്റേ അട്ടത്തടിയിൽ കട്ടിലിന്റെ അടിയിൽ കയറി ഇരിക്കോ? പറയടാ. മോനിക്കലിനെ ഉണ്ടാക്കണം. മോനിക്കൽ ആരടാ? ഏവനടാ മോനിക്കൽ? നീ ഏത് മോനിക്കലാണ്? നീ മോനിക്കലാ? നീ മൂഞ്ചിക്കലാ? ഞരമ്പ് രോഗി. നിനക്കൊരു മഞ്ഞ സർട്ടിഫിക്കറ്റ്. നിനക്ക് ആരുടെ മഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നാ? എന്തിനാ അടിയിട്ടത് രക്ഷപ്പെടാനുള്ള സാധനം നിന്റെ മഞ്ഞ സർട്ടിഫിക്കറ്റ്? ആണാടാ? കാര്യം പറയടാ. നീ എന്താ പാട്ട് പറ? നീ കാര്യം പറയടാ. നമ്പർ വെച്ച് നീ എന്തുണ്ടാക്കാ? ഉണ്ടാക്കടാ.
ഉണ്ടാക്കണടാ. നിന്നെ എന്റെ കഷത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അമുക്ക്, നിന്നെ കിട്ടിയോണ്ടല്ലോ എന്റെ കഷത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അമുക്ക്. അത്രേ ഉള്ളു. നീ ഒരു ഒറ്റ ഇടിക്കണ്ടാ നീ, ഒരു ഒറ്റ ഇടിക്കണ്ടാ നീ. ഇങ്ങനെ വെച്ചിട്ട് എന്റെ ഒറ്റ ഒരു ഇടി ഇടിച്ചോണ്ടല്ലോ അതിലുണ്ടാ നീ. ഈ ഒരു ഇടി നിന്റെ മുഖത്ത് എന്താണ്ടല്ല, ഈ ഒരു ഇടി നിന്റെ മുഖത്ത് എന്താണ്ടല്ല. നീ അവിടെ തീരോടാ. കോണ നിന്റെ വീട്ടില്. നീ നിന്റെ കൊണ അടിക്കേണ്ട, നീ നിന്റെ ഉപ്പെടുത്ത് കൊണ അടിക്കണം. അല്ലാതെ ഇവിടെ ഉള്ള മറ്റേ MR ഗ്യാങ് നായിന്റെ മക്കളെ ഈ മലപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ നീ അങ്ങ് ചെരച്ചു കളയോ? നിന്റെ ജോലി ചെരപ്പാ. നീ ഇവന്റെ ജോലി ചെരപ്പ, ഇവന്റെ ജോലി ചെരപ്പ. ഇവൻ പണ്ടേ ചെരപ്പിന്റെ ആളാ. എന്താടാ എവിടെ വരായി, എവിടെ വരായി? എടാ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? എവിടെ വരായി, എവിടെ വരായി? ആരോ നിനക്ക് തന്തയുണ്ടാ? നിനക്ക് തന്തയുണ്ടാ? അയാളെ വിളിച്ചോണ്ട് നീ വാ, അയാളെ വിളിച്ചോണ്ട് നീ വാ. എന്നിട്ട് ഒരു 5 തവണ നമ്മളെ വീടിന്റെ മിറ്റം നീ കയറി ഇറങ്ങ്. മിറ്റത്ത് നീ കയറി ഇറങ്ങടേ. എന്താ തന്നടാ അവൻ തന്നെടാ എന്നെ ഉണ്ടാക്കിയത്, അവൻ തന്നെ ഉണ്ടാക്കിയത്. അതിനെന്ത് നിനക്ക് കുഴപ്പമെന്ത്? നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് ആ കുഞ്ഞമ്മാണ്ടിക്കാണ്ട് ഷാജഹാന്റെ അണ്ടി വാങ്ങിയിട്ടോണ്ട് നട. നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, മനസ്സിലായ? നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ല നിന്നെ കൊണ്ട് ഒരു കൊണക്കും പറ്റുള്ളൂടാ. നായിന്റെ മോനെ നായിന്റെ മോനെ നായിന്റെ മോനെ നായിന്റെ മോനെ ഏച്ചുപാടാ. കാര്യം പറയടാ, നീ കാര്യം പറയടാ, നീ കാര്യം പറ. നീ മലപ്പുറത്ത് നമ്മൾ വന്നാ നീ എന്തുണ്ടാക്കും? നീ മലപ്പുറത്ത് ഞാൻ വന്നാ നീ എന്നെ എന്തുണ്ടാക്കും? പറയടാ 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 മന്നക്കാരുടെ, പറയടാ മന്നക്കാരുടെ, പറയടാ മന്നക്കാരുടെ. നീ മന്നക്കാടല്ല, നീ ഞരമ്പായി പറയടാ ഞരമ്പ. എടാ ഞരമ്പ പറയടാ. നീ നിന്റെ നായിന്റെ മക്കൾ, നീയും നിന്റെ നായിന്റെ മക്കൾ വെച്ചോടാ. എന്ത് കളി? നിന്നെ പോലെ തന്തയ്ക്ക് ഇറക്കാത്ത കളികളുടെ കളിക്കണ. അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാവും നമ്മളെ നോക്കണത്, കേട്ടാ? അന്തസ്സായിട്ട് അവൻ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ നോക്കണത്. അല്ല നിന്നെ പോലെ മറ്റേ പോത്തിന്റെ അപ്പനെ ഒന്നും പിടിച്ച് കൂടെ ഇരുത്തിയിട്ടല്ല നോക്കണം, മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയേ ഉള്ളൂ. എടാ ആടായിട്ടാണ് വിളിക്കണത്, നീ ആടായിട്ടാണ് ഞാൻ നിന്നെ വിളിക്കണത്. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ മറ്റേ കമന്റില് 4 അക്ഷരത്തിൽ ഉണ്ടാക്കിയിട്ടല്ലോ. നീ കമന്റില് 4 അക്ഷരത്തിൽ നീ ഉണ്ടാക്കിയിട്ടല്ലോ. എന്നെ അങ്ങ് ചെരക്കോന്ന് നീ ഉണ്ടാക്കിയിട്ടല്ലോ. ചെരക്കടാ കുണ്ണ നീ. പോടാ പോലെയാണ് ഇവ. എന്തടാ ഇവ ആണല്ലേടാ, ഇവര് ആണുങ്ങളെ പോലെ ഒരു സംസാരിക്കാൻ അറിഞ്ഞൂടാ. എടാ സംസാരിക്കടാ. എന്നിട്ട് എന്നെ ഉണ്ടാക്കിയ നേരം കൊണ്ട് നിന്റെ വീട്ടിലോട്ട് വരാനാ? വേണ്ട, എന്റെ അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തുണ്ടാക്കാനാ? നിന്നെ പോലത്തെ ഒരു ഭ്രാന്തനെ ഉണ്ടാക്കി ഇറക്കാനാ? എടാ ഞരമ്പ നീ കാര്യം പറയടാ ഞരമ്പ. നീ കാര്യം പറയടാ ഞരമ്പ. എന്തോ ചോദിക്കണം? നിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പോയിട്ട് തൊപ്പിയെടുത്ത് ചോദിക്കണോ? നിന്റെ തന്ത ആരാണെന്ന് ഞാൻ എന്തിനാ അവന്റെ അടുത്ത് ചോദിക്കണം? നിനക്കറിഞ്ഞൂടെ നിന്റെ തന്ത ആരാണെന്ന്? ഞാൻ എന്തിനാ അവനോട് ചോദിക്കുന്ന? നീ പറ. എന്താ മോനെ? ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേരെന്താടാ നായിന്റെ മോനെ? ഉപ്പാന്റെ പേരെന്താടാ നായിന്റെ മോനെ? പേര് പറയടാ. അയ്യേ, എന്റെ അടുത്ത് ചോദിച്ചു. എടേ നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മള് പറയും. നീ പേര് പറയടാ. എന്താ പേര് പറയാ? പേരില്ലേ ഇത്? ഒരാളടുത്ത് 1 തവണ നോക്കിയാൽ 2 തവണ നോക്കിയാൽ 3 തവണ നോക്കിയാൽ 4 തവണ നോക്കിയാൽ. ഇവന്റെ അടുത്ത് 10 വട്ടം ചോദിച്ചിട്ട് ഇവൻ പറയണല്ല. എന്താ എനിക്കുണ്ടാ? നിനക്ക് തെളിയിക്കേണ്ട കാര്യം എന്തിനാ? നിനക്ക് തെളിയിക്കണം. നിന്റെ തന്തയുടെ പേര് വെച്ചിട്ട് നീ ഇത്രയും നേരമായിട്ട് പറഞ്ഞ ചുമ പറഞ്ഞു. നീ കുറച്ച് കാര്യം പറഞ്ഞു. നീ ഒരു പാട്ട് പഠിക്ക. ബാബാ റെഡി. നീ ബാ റെഡി. ഒറ്റയ്ക്ക് നീ നേരിട്ട് പറഞ്ഞ. ഒറ്റയ്ക്ക് നീ പറഞ്ഞ. നീ വാ. ഞാൻ റെഡി മുത്തേ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. നീ എന്തിനാ തന്തയ്ക്ക് പറയണേ? നിനക്കില്ലാത്ത എല്ലാം നീ വിളിച്ചു പറയോ? എടാ റെഡിയാടാ അൻഷിപ്പേ. ഒറ്റയ്ക്ക് റെഡിയാടാ അൻഷിപ്പേ. റെഡിയാ നീ വാടാ. എടാ വാടാ അൻഷിപ്പേ. റെഡിയാടാ. മയിരെ വാടാ. റെഡിയാടാ. എവിടെ ഇറങ്ങി നിൽക്കാടാ? വാടാ. എങ്ങോട്ട്? കാലിന്റെ ഇടയിലോട്ടാടാ കുണ്ണ. ഇങ്ങോട്ട് വാടാ മയിരെ. എന്റെ അണ്ടി ഇരിക്കണ ഇവിടെ. ഈ അണ്ടിക്ക് ഉറപ്പുണ്ട്. നീ വാടാ മയിരെ ഇങ്ങോട്ട്.
നീ എന്തിന്റെ കുണ്ണെ തന്തയ്ക്ക് പറയണ? നിനക്ക് ഇല്ലാത്ത സാധനമൊക്കെ നീ വിളിച്ചോളണം മൈരെ. ദാ ഇവിടെ ഒരു സാധനമുണ്ട്, നീ കാണണേ കണ്ടോ? ഇവിടെ ഒരു സാധനമുണ്ട്, മനസ്സിലായ? ഇതിന് നല്ല ഉറപ്പുണ്ട്. ഇതിന് നല്ല ഉറപ്പുള്ളിടത്തോളം കാലം ഒരു കുണ്ണയുടെ ഫ്രണ്ടിലും കുരുതിക്കാൻ പറ്റൂല, മനസ്സിലായ? നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ വാടാ മൈരെ. ആരെ തന്നെ അടിച്ചു പൊട്ടിക്കും. അതിനെ അടിച്ചു പൊട്ടിക്കാൻ കായ് പൊക്കണതിന് മുമ്പ് നിന്റെ കഴുത്ത് വെട്ടി ഞാൻ താഴെ വെക്കും, മനസ്സിലായ? നീ ആളും തരം ആലോചിച്ച് കളി, മനസ്സിലായ? ഈ കോമഡി വയസ്സ് കണ്ടതിന് മുമ്പേ ഒരു കാലം ഉണ്ടായിരുന്ന കുണ്ണെ നിനക്ക് അറിയാമോടാ മൈരെ? നീ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞാടാ കുണ്ണെ. ഈ നായിന്റെ എടാ നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. നിന്റെ ആ കൊട്ട പോലത്തെ മോഹൻ ഞാൻ ഒന്ന് കാട്ടെ. നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. പെട്ടെന്നൊന്ന് നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. വിളി. ഇത് എന്താ ഇവ തന്തയ്ക്ക്? ഇവര് വേറെ ഒരു ഇത് പറഞ്ഞൂടാ. ഇവര് ഒന്നും പറഞ്ഞ വിളിയടാ വീഡിയോ കോൾ വിളി. അൻസിഫേ പെട്ടെന്ന് വീഡിയോ കോൾ വിളി. ഉപ്പാനെ പെട്ടെന്ന് വീഡിയോ കോൾ വിളി. മന്നക്കാട് എവിടെ? അൻസി മൂഞ്ചിക്കല. എടാ വാട മൂഞ്ചിക്കല. നീ ഒന്ന് വാട, എനിക്ക് നിന്നൊന്ന് കാണണം. നീ ഒന്ന് വാട കുട്ട. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ഒറ്റക്കൊറ്റയ്ക്ക് നീ ഉണ്ടോ? എനിക്ക് ഇത്രേ ഉള്ളൂ. ഒറ്റക്കൊറ്റയ്ക്ക് നീ ഉണ്ടോ? നീ വിളിക്കുന്നിടത്ത് ഞാൻ എന്തിനു പറഞ്ഞത്? അല്ല പിന്നെ ഞാൻ നിന്റെ തന്ത. ഞാൻ വിളിക്കുന്നിടത്തോട്ട് നീ വരാ. നിന്റെ തന്ത പറയണത് നീ ആക്കോല. അപ്പൊ ഞാൻ പറയാം നീ വാ, കൊച്ചിയിലോട്ട് വാ. ഒറ്റക്കൊറ്റയ്ക്ക് വാ. എന്റെ രാവിലെ 5 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പം വരല്ലേ? എന്റെ പൊന്നുമോൻ രാവിലെ 5 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പം വരല്ലേ? പുറത്തോട്ട് പോകുമ്പം വരല്ലേ? 5 മിനിറ്റ് വണ്ടി വളച്ചിട്ടിട്ട് അകത്ത് കയറി അടിക്കാൻ വരല്ലേ? എന്റെ പൊന്നുമോ ഒന്ന് പെട്ടെന്ന് വന്നേ. വന്നേ. എന്റെ പൊന്നുമോ ഒന്ന് പെട്ടെന്ന് വാ. പെട്ടെന്ന് വരുമ്പോ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ പറഞ്ഞത് പാണ്ടിക്കാട് വഴിയാണെങ്കിൽ നിന്റെ ഒരു കൂട്ടിച്ചോ. എല്ലാരും വിളിച്ചോ. ബാ. പെട്ടെന്നോ. എന്തേ? അല്ല പിന്നെന്താ? നീ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ഒന്ന് നിന്റെ അങ്ങോട്ടൊന്ന് പോയിരുന്നു. തല എടാ അല്ല നീയല്ലേ പറഞ്ഞ അതെല്ലാം സ്ക്രിപ്റ്റ്, അതെല്ലാം നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള സ്ക്രിപ്റ്റ് എന്നല്ലേ നീ പറഞ്ഞു. ഇപ്പൊ എന്താ തിരുത്തി പറയണേ? അത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ? തൊപ്പിയോട് നീ അത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ? നീ അത് അങ്ങനെയല്ലേ പറഞ്ഞ? ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാം സ്ക്രിപ്റ്റാ. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം സ്ക്രിപ്റ്റാന്നല്ലേ അൻഷിഫേ നീ പറഞ്ഞത്? അങ്ങനെയല്ലേ അൻഷിഫേ നീ പറഞ്ഞത്? ഇപ്പൊ എന്താ അൻഷിഫേ ജനൽ വഴി എത്തി നോക്കി കള്ളത്തരം പറയണേ? ഇത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ? നീ എന്താ ഇപ്പൊ മാറ്റി പറയണത്? നീ അന്ന് ഇങ്ങനെയല്ലേ അൻഷിഫേ പറഞ്ഞത്? അൻഷിഫേ നീ അന്ന് അങ്ങനെയല്ലല്ലോ അൻഷിഫേ പറഞ്ഞത്. നീ പറഞ്ഞത് ഇതെല്ലാം സ്ക്രിപ്റ്റ് എന്നല്ലേ അൻഷിഫേ പറഞ്ഞത്? എന്ത് മൈര? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നീ വേണമെങ്കിൽ എന്റെ കാല് പിടിക്കുക, എന്റെ ഒരു കുണ്ണേൽ ഒരു പിടിയും പിടിച്ചാൽ ഞാൻ നിന്നെ വിടാം. വെറുതെ വിടാം മോനെ. ഞാൻ വെറുതെ വിടുവേ അൻഷിഫേ? അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടുവേ? അങ്ങനെ ചെയ്താൽ ചിലപ്പോ ഞാൻ വെറുതെ വിടുവേ? അതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലേ അൻഷിഫേ? ഉറപ്പാ അൻഷിഫേ? എന്റെ കാല് പിടിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം അൻഷിഫേ? ഏടാ ഞരമ്പാ? ആർക്ക് പേടി? ഇത് പറയണ മറ്റേ മൂഞ്ചിക്കലല്ലടാ പറയണ. ഇത് പറയണ ഞാനാടാ മൈര. ഇത് പറയണ ഞാനാ. മൂഞ്ചിക്കലല്ലടാ ഇത് പറയണ ഞാനാടാ മൈര. എന്താ മോനെ? അഞ്ചു പൂനിക്കലിന് നേരിട്ട് വന്നാ ഇട്ട് തരുമോ? നേരിട്ട് വന്ന അഞ്ചു പൂനിക്കൽ ഇട്ട് തരുമോ? എങ്കിൽ ഞാൻ നേരിട്ട് വരാടാ. പറഞ്ഞോ ഞാൻ പറഞ്ഞോ. അഞ്ചു പൂനിക്കലിന്റെ അടുത്ത് ഞാൻ നേരിട്ട് വന്ന അഞ്ചു പൂനിക്കൽ എനിക്ക് ഇട്ട് തരുമോ? ആ എന്ത് 10 റാമ്പ്? എടാ ഒരു ഒറ്റ കൊട്ട് നിന്റെ തലയിൽ ഒരു ഒറ്റ അടി നീ അവിടെ ബോധം കെട്ട് വിടും, മനസ്സിലായ? ഒരു ഒറ്റ അടി നീ അവിടെ ബോധം കെട്ട് വിടും. നീ ആലോചിച്ച് സംസാരി. നീ എവിടെ വരെ എന്റെ അടുത്ത് പറയണ? ഒരു ഒറ്റ കൊട്ട് താണ്ട ഇങ്ങനെ. ഞാൻ ഇത്ര ഇതിലൊന്നും കൊട്ടുള്ളതാ. ഇങ്ങനെ ഒരു കൊട്ടും ഇങ്ങനെ ഒരു അടി, അത് മതി നിനക്ക്. ഇതൊക്കെ ഭയങ്കര ഇതാണ് അൻഷിഫേ. നിന്റെ ഈ പ്രഹസനം ഉണ്ടല്ലോ, നീ ഒരിക്കലും എന്റെ ഫ്രണ്ടിൽ വരൂലെന്ന് വിചാരിച്ച് നീ ഉണ്ടാക്കണ ഈ പ്രഹസനം ഉണ്ടല്ലോ അൻഷിഫേ, നടക്കൂല അൻഷിഫേ. നമ്മള് ഒരുപാട് അവിടെ മലപ്പുറത്ത് പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞിട്ടാ മലപ്പുറത്ത്. നീയക്കിന്റെ അടിയിലാ പോയി കിടക്കണത്. കിങ്ങ പോടാ കിങ്ങ പോടാ.
കിങ്ങ സ്വന്തമായിട്ട് കണ്ടേ ഇത് അടിച്ചിപ്പറക്കില് കിങ്ങാടാ. അയ്യയ്യേ അയ്യയ്യേ കൂയ് 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 പോടാ പേരെ. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ പറ്റുമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ പറഞ്ഞ ആണുങ്ങളെ പോലെ പറഞ്ഞ ആണുങ്ങളെ പോലെ ഭരണ ആണുങ്ങളെ പോലെ ഭരണാടാ നീ എവിടെ കാലിന്റെ ഇടയിലോട്ടാ നീ ബാടാ കാലിന്റെ ഇടയിലോട്ട് വന്ന് കയറ്. കാലിന്റെ ഇടയിൽ നീ വരുമ്പോ ഒരു ഒറ്റ നെരിക്ക് നക്കെന്നൊരു സൗണ്ട് കേൾക്ക് നീ തീരുകയും ചെയ്യും. പെട്ടെന്ന് വന്ന് കയറാ മൂഞ്ചിക്കലേ. ബാടാ വരുമ്പോ നിന്റെ മഞ്ഞക്കാർഡും കൂടെ എടുക്കണം കേട്ടാ. എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ. മഞ്ഞക്കാർഡ് കൊണ്ടുവരണേ കുട്ടാ. മഞ്ഞക്കാർഡ് കൊണ്ടുവരാതെ ഒന്നും നടക്കൂലേ. പിന്നെ നിനക്ക് ഞരമ്പനിയും മറ്റേ ദുബായിൽ നിന്ന് ഞരമ്പന് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ദുബായിൽ നിന്ന് ഞരമ്പന കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ദുബായിൽ നിന്ന് ഞരമ്പന് കിട്ടിയ നിനക്കൊരു സാധനം ഉണ്ടല്ലോ. അതും കൂടെ കൊണ്ടുപോടാ. വെച്ച് മോനെ വെച്ച് മൂഞ്ചിക്കല് വെച്ച് ഇവനെ എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയ പോലെ എനിക്ക് ഇനിയും വേണം ഈ നായിന്റെ മോനെ. പിന്നെ എനിക്ക് വെള്ളം എടുത്തോ. ഇവനെനിക്ക് വേണോടാ. ഇവനെ എന്താ വിളിത്തോന്ന് എന്ത് അമ്മയെ വിളിച്ചു അവൻ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്